കുന്നുകളകലും വൻപർവത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും കുന്നുകളകലും വൻപർവത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും നീങ്ങുകില്ലവൻ ദയ എന്നിൽ നിന്നതുപോൽ നീങ്ങുകില്ലവൻ ദയ എന്നിൽ നിന്നതുപോൽ നിലനിൽക്കും സമാധാന നിയമവും നിത്യം നിലനിൽക്കും സമാധാന നിയമവും നിത്യം കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹിൽ ഒടിക്കുകയില്ലവനേറ്റം ചതഞ്ഞതമോട കിഴക്കുകയില്ലവൻ തിരി പുകവമിക്കുകയിലും ഒടിക്കുകയില്ലവനേറ്റം ചതഞ്ഞതമോട കെടുക്കുകയില്ലവൻ തിരി പുകവമിക്കുകയിലും നടത്തും താൻ വിധി ജയം ലഭിക്കും നാൾ വരെയും ലഭിക്കും താൻ വിധി ജയം ലഭിക്കും നാൾ വരെയും തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം കാണുന്നു ഞാൻ യാഹേ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹേ വഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയൻ സവിധത്തിൽ നാഥൻ വഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയൻ സവിധത്തിൽ നാഥൻ കളങ്കമറ്റാനന്ദ പൂർണതയോടെ കളങ്കമറ്റാനന്ദ പൂർണതയോടെ ഭവിക്കട്ടെ മഹത്വമങ്ങവനെന്നും ആമേൻ ഭവിക്കട്ടെ മഹത്വമങ്ങവനെന്നും ആമേൻ കാണുന്നു ഞാൻ യാഹേ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലൈവിൽ കൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ എളിയവന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ മുഖരിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പെന്തക്കോസ്തുകാരുടെ സ്വർണ്ണ ആഭരണ വർജനവും സ്വർണ്ണാഭരണ ധാരണവും തമ്മിലുള്ള ചർച്ചകൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ ചെയ്ത് ചൂട് പിടിച്ച് കൂടുമ്പോൾ അത് തെരുപറച്ചിലുകളിലും അസഭ്യവർഷങ്ങളിലുമൊക്കെയാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ഇടപെടുന്ന ചർച്ചകളിൽ നമ്മൾ മാനസാന്തരപ്പെട്ടവരാണെന്ന് പറയുന്നുവെങ്കിലും നമ്മൾ രണ്ടുപേർ തമ്മിൽ അടുക്കുമ്പോൾ മാനസാന്തരത്തിന്റെ സാധനങ്ങളെല്ലാം പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഞാനൊരു നല്ല ആളായതുകൊണ്ടും നിങ്ങളെ മോശക്കാരായതുകൊണ്ട് കണ്ടുകൊണ്ടുമല്ല ഞാൻ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടമാണ് പെന്തക്കോസ്തുകാർ എന്നാണ് പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത്. അതിലുപരി പെന്തക്കോസ്തുകാർ എന്നതിലുപരി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നറിയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതേ ആഗ്രഹമുള്ള ലക്ഷക്കണക്കിന് ദൈവമക്കൾ നമ്മുടെ ഈ കേരളക്കരയിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തുവിനാൽ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ പെന്തക്കോസ്തുകാരനല്ല ആകുന്നത്, അവൻ വാസ്തവത്തിൽ ദൈവ പൈതലാണ് ആകുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇങ്ങനെ ദൈവ സ്നേഹത്തിന്റെ പ്രതീകമായി രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ പൈതലും ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിയോഗങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ നിയോഗം പ്രാബല്യത്തിൽ വരുത്തണം എന്നുള്ള ചിന്തയോടുകൂടെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആത്മാക്കളുടെ ഒരു കൂട്ടമാണ് പെന്തക്കോസ്ത്. അങ്ങനെ ആരാധിക്കാൻ തുടങ്ങിയവർക്ക് ലഭിച്ചൊരു പേരാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു യഹൂദ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ യേശുക്രിസ്തുവിന് വേണ്ടി പ്രത്യേകമായി വേർതിരിയപ്പെട്ടതും ആരാധന തുടങ്ങിയതുമായ ഒരു ആരംഭത്തിന്റെ പേരിലാണ് പെന്തക്കോസ്ത് എന്നറിയപ്പെടുന്നത്. അതൊരു അനുഭവമാണ്. അത് ആരെങ്കിലും സ്ഥാപിച്ചുണ്ടാക്കിയ ഒരു മതതത്വ സംഹിതയല്ല. പകരം കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള യേശുക്രിസ്തുവിന്റെ കൽപ്പനകളും ശിഷ്യന്മാരുടെ ഉപദേശങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തവരുടെ ഒരു കൂട്ടത്തെയാണ് ഈ പെന്തക്കോസ്ത് നാളിന്റെ ഓർമ്മയ്ക്കായി പെന്തക്കോസ്ത് അനുഭവമുള്ള കൂട്ടായ്മ എന്ന പേരിൽ പെന്തക്കോസ്തുകാർ എന്നറിയപ്പെടുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തരും പെന്തക്കോസ്ത് എന്നതിനപ്പുറത്തായി ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് മക്കളായി തീർന്നവർ ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതകാലം എങ്ങനെ ചെലവഴിക്കണമെന്ന് ദൈവം തന്റെ വചനത്തിൽ കൂടെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെ വളച്ചൊടിച്ച് തിരിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസരണമായി അതിനെ കൈകാര്യം ചെയ്ത് അതിന്റെ അന്തസത്തയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും അതിന്റെ പേരിൽ ആളുകളെ കൂട്ടുകയും മറ്റുള്ളവരെ തേജോപദം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ കൂടി വന്നിട്ടുണ്ട്. ആഭരണങ്ങളെ കുറിച്ചുള്ള ആഭരണ വർധനത്തെക്കുറിച്ചും ആഭരണ ധാരണത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഒരു 15 വർഷത്തോളമായി സോഷ്യൽ മീഡിയയിൽ ധാരാളം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഉയരുന്നത് പോലത്തെ അസഭ്യപരമായ ചിന്തകളും അതുപോലുള്ള വ്യാഖ്യാനങ്ങളും അതുപോലുള്ള ആക്ഷേപങ്ങളും പിന്നെ ഭീഷണിപ്പെടുത്തലുകളും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നി ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ലൈവിൽ കൂടെ ഇത് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. എനിക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജുകളാക്കി പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആണ് ഞാനിങ്ങനെ ലൈവിൽ കൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ലൈവിൽ കൂടെ സംസാരിച്ചാലും എഴുത്തുകളിൽ കൂടെ രേഖപ്പെടുത്തിയാലും ആശയങ്ങൾക്കൊന്നും മാറ്റമില്ല. ആശയത്തിന്റെ ഗാംഭീര്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവുകയുമില്ല. പിന്നെ നമ്മള് ശരിയായ കാര്യം പറഞ്ഞാലും തെറി വിളിക്കും, നല്ല കാര്യം പറഞ്ഞാലും തെറി വിളിക്കും, മോശമായ കാര്യം പറഞ്ഞാലും തെറി വിളിക്കും. എന്ന് വെച്ച് 10 മോശമായ കാര്യങ്ങൾ പറയാം, തെറി വിളിച്ചോട്ടെ എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ മാന്യമായി സംസാരിക്കും. തെറി വിളിക്കുന്നവൻ തെറി വിളിക്കും, അത് സ്വീകരിക്കുന്നവൻ സ്വീകരിക്കും. ഓരോരുത്തരും അതാതിന്റെ ഗുണം കിട്ടും. കർത്താവായ യേശു പറഞ്ഞു, ആരെയും ഒരുപാട് വാഷ് ചെയ്യാൻ പോയിട്ട് കാര്യമൊന്നുമില്ല, അഴുക്കുള്ളവൻ അഴുക്കാറട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. ഓക്കെ, പക്ഷെ അതൊരു ഇരട്ടത്താപ്പായിട്ടാണ് ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിച്ചാൽ, നമ്മൾ പ്രബോധിപ്പിച്ചാൽ, നമ്മൾ ഉപദേശം പറഞ്ഞാൽ അംഗീകരിക്കാത്തവനെ പിന്നെയും പിന്നെയും നിർബന്ധിച്ച് അംഗീകരിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവനെ വിട്ടേരെ. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ കൂടെയുള്ള ആശയങ്ങൾ ഗ്രഹിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരോട് ഇത് സംസാരിക്കണം. കൃപയാൽ എന്റെ വാക്കുകളും ശ്രദ്ധിക്കുന്ന 10,000 ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കുന്നുണ്ട്, കേൾക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഒന്നാമതൊരു ചേതോവികാരം ഉണ്ടായത് എന്തെന്ന് ചോദിച്ചാൽ, ആഭരണം ധരിക്കുന്നവർ അഥവാ ആഭരണം ധരിക്കാൻ താല്പര്യപ്പെടുന്നവർ ആഭരണം ധരിച്ചാൽ എന്താ എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ അത്രയും ഭയങ്കര അഭിമാന ഗാംഭീര്യം തുളുമ്പുന്ന ആളുകൾ ആഭരണം വർജിക്കാനുള്ള ദൈവാത്മ പ്രേരണയിൽ ആഭരണം വർജിക്കുകയും അങ്ങനെ ആഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളൊന്നും വേണ്ട എന്ന് അത് അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ
വിശുദ്ധിയും വേർപാടും സൂക്ഷിക്കുന്നതിന് വേണ്ടി അവരങ്ങനെ തീരുമാനിച്ചെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലുള്ള പല പല ലേഖനങ്ങൾ, മെസ്സേജുകൾ ഇതൊക്കെ കൊണ്ട് ഇതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് സാവധാനത്തിൽ സ്വസ്ഥതയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് ചെയ്തിരുന്നു. അതിൽ ആഭരണ വിഷയങ്ങൾ സംബന്ധിച്ച ഒരു താരതമ്യ പഠനമാണ് ഞാൻ ചെയ്തത്. അത് മഹദിയാം ബാബിലോനും കുഞ്ഞാടിന്റെ കാന്തയും തമ്മിലുള്ള വ്യത്യാസമാണ്. ആഭരണങ്ങൾ അതിന് പുറകെ അത് എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? ആഭരണങ്ങളുള്ള അലങ്കാരം, ആഭരണം കൊണ്ട് മാത്രമല്ല, അത് കുതിര കയറാൻ വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ആഭരണം മാത്രമല്ല, എല്ലാ ആഡംബരങ്ങളും എല്ലാ ഓവറായ അലങ്കാരങ്ങളും ദൈവം വെറുക്കുന്നു. എല്ലാ ധനമോഹങ്ങളും ദൈവം വെറുക്കുന്നു. ഇവിടെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന എല്ലാ ഡംഭങ്ങളെയും ദൈവം വെറുക്കുന്നു. ഇതിനൊക്കെ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ഇപ്പൊ ആഭരണ ധാരണം, ആഭരണം വർദ്ധിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ആഭരണത്തോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും മറച്ചു വെച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരെ കൂടെ ബോധവാന്മാരാകത്തക്കവണ്ണം നമ്മൾ ജീവിക്കുക, എന്നിട്ട് അവരെ ഇത് ഉപദേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ഇഷ്ടമുള്ളവർ സ്വീകരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നോക്കുക, മഹദിയാം ബാബിലോൺ നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ എന്തുമാത്രം ദുർവ്യാഖ്യാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നാലും അതിനകത്ത് ഒരു ഫാക്ട് ഞാൻ പറഞ്ഞതാണ്. മഹദിയാം ബാബിലോണിന്റെ സ്വഭാവം അത് അതിനകത്ത് നിഴലിക്കുന്നു. നമ്മളൊക്കെ അതിൻ്റെതായ ഓരോ ഭാഗങ്ങൾ അത് അണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ യേശു ക്രിസ്തുവിന് നിർമ്മല കന്യകകളായി ഒരുക്കപ്പെടുന്നു എന്നുള്ളതാണ് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത. അപ്പോൾ ഈ യേശു ക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായി കുഞ്ഞാടിന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ആ താരതമ്യത്തെ കുറിച്ചാണ്, അത് ഏത് വേണം, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ലൈവിൽ ഞാൻ സംസാരിച്ചത്. ഇന്ന് ഞാൻ ഒരു ചെറിയ സൂചന കൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവികമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഭൗതിക വസ്തുക്കളെ കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തെ ഭൗതിക വസ്തുക്കളെ കൊണ്ട് അലങ്കരിക്കുന്നതിനേക്കാൾ ദൈവത്തിന് കൂടുതൽ പ്രസാദം വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതാണ്. ആരും കത്തി ഒരുക്കൾ നിങ്ങൾ ചാടല്ലേ, ശാന്തമായിട്ടൊന്ന് കേൾക്കണം. ഒന്നുകൂടെ പറയട്ടെ, വസ്തുനിഷ്ഠമായ ഭൗതിക വസ്തുക്കളെ കൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ശരീരത്തെ അലങ്കരിക്കുന്നതിനേക്കാൾ ദൈവം മനുഷ്യനെ അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നതും ദൈവം ഇഷ്ടപ്പെടുന്നതും വസ്ത്രാലങ്കാരമാണ്. കുഞ്ഞാടിന്റെ കാന്തയ്ക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ ദൈവം കൃപ കൊടുത്തു എന്നാണ്. കൃപ ലഭിച്ചവന് മാത്രമേ ഇങ്ങനെ വസ്ത്രം ധരിച്ച് ദൈവത്തെ അലങ്കരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവനൊക്കെ തോന്നിയതുപോലെ അലങ്കരിക്കും. അത് അവരവരുടെ ഇഷ്ടമാണ്. ചിലരുടെയൊക്കെ വലിയ വലിയ ന്യായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ബോധം കേട്ട് വീണുപോകും. നമ്മളൊന്നും അവരുടെ മുമ്പിൽ ഒന്നുമല്ല, സമ്മതിച്ചു, ഓക്കെ. എനിക്ക് അതിനേക്കാൾ ഭയങ്കര സങ്കടമല്ല, അതിനേക്കാൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയത് പെന്തക്കോസ്തുകാരെന്ന് അറിയപ്പെടുന്ന അനേക സഹോദരിമാരുടെ കമന്റുകൾ. പിന്നെ നമുക്ക് ഒരു അക്ഷരം ഇണ്ടാൻ തോന്നത്തില്ല. ആ രീതിയിലുള്ള നല്ല നല്ല വെണ്ടയ്ക്ക മുഴുപ്പുള്ള കമന്റുകളാണ് ചിലരൊക്കെ പാസ്സാക്കുന്നത്. അവരും ആരാണ്? പെന്തക്കോസ്ത് എന്ന് അവർ അറിയപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷയമല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നതിന് അപ്പുറത്ത് നിങ്ങൾ ദൈവ പൈതലാണോ? നിങ്ങളെ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണോ? അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് നിങ്ങൾക്ക് വിലയായി തന്നതെങ്കിൽ, ആ വില കൊടുത്ത് നിങ്ങളെ വീണ്ടെടുത്തെങ്കിൽ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവം വസിക്കുന്ന ആലയമാണ്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ ഉപദേശം തന്നിട്ടുണ്ട്. ഈ ഉപദേശങ്ങളെയൊക്കെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ, അത് ലളിതമായ അർത്ഥത്തിൽ അത് കൈക്കൊണ്ട ആളുകളാണ് പെന്തക്കോസ്തിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന പിതാക്കന്മാർ, മാതാക്കൾ.
അവരൊക്കെ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്തത്. അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറഞ്ഞ് കൈയടിക്കാനല്ല ഞാൻ പറയുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് സ്പഷ്ടമായിട്ടും അത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നമ്മളത് ഉപേക്ഷിച്ച്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അവരാരും മണ്ടന്മാരും ബുദ്ധിയില്ലാത്തവരും ആയതുകൊണ്ടല്ല. അവര് ലോകത്തിന്റെ ഭൗമിക ഇവിടുത്തെ സംവിധാനങ്ങളെക്കാൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതുകൊണ്ടും കർത്താവായ യേശുവിന് വേണ്ടി തങ്ങളുടെ ശരീരങ്ങളെ തന്നെ യാഗമായി സമർപ്പിപ്പീൻ എന്നുള്ള ദൈവത്തിന്റെ വചനവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരത് ചെയ്തത്. അപ്പൊ അങ്ങനെ ആഭരണധാരണത്തെ കുറിച്ചുള്ള ഒരു ചിന്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു. തുടർന്ന് ഈ ഒരു ചെറിയ ചിന്തയും കൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇതിന് വേദശാസ്ത്രപരമായി തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് PhD-കാരും MDU-കാരും ഒന്നും എന്റെ നേരെ ആക്രോശിക്കാൻ വരണ്ട. ഞാൻ മനസ്സിലാക്കിയ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയവുമല്ല. ഞാൻ വചനത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സമ്മതിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, നമുക്കൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പുതിയ നിയമത്തിൽ ഭൗതിക വസ്തുക്കളെ കൊണ്ടുള്ള ആഭരണ ധാരണത്തേക്കാൾ ദൈവകൃപയുടെ രക്ഷയുടെ വസ്ത്രം ധരിച്ച് മനുഷ്യൻ സൽപ്രവൃത്തികളാൽ അലങ്കൃതരായിരിക്കണം എന്നാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. പൊന്നും വെള്ളിയും ധരിക്കരുത് എന്ന് ഒറ്റ വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമില്ല. എന്നാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വെർഷൻ വായിച്ചാൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ഭാഷയിൽ ഡു നോട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡു നോട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷ് പ്രൊഫസറൊന്നുമല്ല, പക്ഷെ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന അർത്ഥം ഡു നോട്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്, അരുത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് എനിക്കറിയാം. പിന്നെ POC ബൈബിളിൽ അത് വ്യക്തമായി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വാക്യങ്ങളൊന്നും തെളിവ് കൊടുത്താലും അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തവരാൾ അത് അംഗീകരിക്കത്തില്ല. അത് വേറെ ഓക്കെ, അവിടെ നോക്കട്ടെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും സംസാരിക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നിന്നൊരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കുക. അതിങ്ങനെയാണ്: എല്ലാ പെന്തക്കോസ്തുകാരുടെയും പിതാവാണ് അബ്രഹാം എന്ന് അവർ ഓരോരുത്തരും കൊട്ടിഘോഷിക്കുന്നു, ഞാൻ ഉൾപ്പെടെ. അപ്പൊ ആ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനെ യേശുക്രിസ്തുവിന്റെ പ്രതിപുരുഷനായിട്ടും ഇസ്ഹാക്കിന്റെ മണവാട്ടിയായി വന്ന റിബേക്കായെ യേശുക്രിസ്തുവിന്റെ സഭയായിട്ടൊക്കെ വ്യാഖ്യാനിച്ച് പെന്തക്കോസ്തിലെ അപ്പച്ചന്മാർ മുതൽ അതിന്റെ അപ്പൂപ്പന്മാർ മുതൽ എല്ലാവരും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ചെറിയ ചിന്ത എന്റെ മനസ്സിൽ വന്നത് പറയട്ടെ. അബ്രഹാമിന്റെ ദാസൻ ഇസ്ഹാക്കിന് വേണ്ടി ഒരു കന്യകയെ കണ്ടെത്താൻ ഹാറാനിലേക്ക് പോവുകയാണ്. അവിടെ ലാബാന്റെ വീട്ടിൽ ചെന്ന് റിബേക്കായെ കണ്ടുമുട്ടുന്നു. റിബേക്കായെ കണ്ടുമുട്ടി അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ റിബേക്കായെ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് കൊടുക്കാമെന്ന് റിബേക്കായുടെ വീട്ടുകാർ സമ്മതിക്കുന്നു. അപ്പോൾ അബ്രഹാമിന്റെ ദാസൻ പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും റിബേക്കായെ അണിയിക്കുന്നു. പിന്നെ അവരുടെ വീട്ടുകാർക്ക് വിശേഷ വസ്ത്രങ്ങളും വിശേഷ സാധനങ്ങളും എല്ലാം സമ്മാനങ്ങളായി കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്ക് ശേഷം ഈ റിബേക്കായെ കൂട്ടിക്കൊണ്ട് ഇസഹാക്കിന്റെ അടുക്കലേക്ക് അബ്രഹാമിന്റെ ദാസൻ വരുന്ന വഴിയിൽ ഇസഹാക്ക് വൈകുന്നേരം വെളിപ്രദേശത്ത് ധ്യാനിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിബേക്ക ഇസഹാക്കിന്റെ അടുക്കലേക്ക് വരുന്ന വഴിക്ക് ഇസഹാക്കിനെ കണ്ടെത്തുന്നു. ഇസഹാക്ക് അബ്രഹാമിന്റെ ദാസനോട് റിബേക്ക ചോദിക്കുന്നു, നമ്മളെ എതിരേറ്റ് വരുന്ന ആ പുരുഷനാർ? അപ്പോ അബ്രഹാമിന്റെ ദാസൻ പറഞ്ഞു, എന്റെ യജമാനന്റെ മകനായ ഇസഹാക്കാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെയാണെങ്കിൽ, നമ്മളെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലാണെങ്കിൽ എങ്ങനെ ചെയ്യും? നമ്മളൊക്കെ ഇറങ്ങി കുറച്ച് നല്ല സ്റ്റൈലില് ഒന്ന് ഞെളിഞ്ഞൊന്ന് തന്റെ ഇടത്തോടെ ഉടുപ്പിന്റെ വെള്ളമൊക്കെ പിടിച്ച് കുളഞ്ഞ് ഒന്ന് റെഡിയാക്കി നിൽക്കും. ഞാൻ ചിന്തിച്ച ഒരു ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കാണ്, തന്നെ വേളി കഴിക്കാനുള്ള പുരുഷനാണ് എതിരേറ്റു വരുന്നത് എന്ന് കണ്ടപ്പോൾ സർവാഭരണ വിഭൂഷിതയായി അബ്രഹാമിന്റെ ദാസന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന റിബേക്ക ഒട്ടകപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി എന്നാണ് എഴുതിയിരിക്കുന്നത്.
നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യം വായിച്ചു നോക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ ഒരു വസ്ത്രമെടുത്ത്, ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി എന്നാണ്. അതെന്തിനാ മൂടിയത്? ഈ ആഭരണങ്ങളും ഈ സർവ്വസന്നാഹങ്ങളും ഒക്കെ ഒരു പുരുഷന്റെ മണവാട്ടിയാകാൻ പോകുന്നവൾ ആ പുരുഷന് വേണ്ടി, ആ പുരുഷനെ കാണിക്കാനും ആ പുരുഷന്റെ ഇഷ്ടം അന്വേഷിക്കാനുമല്ലേ പോകുന്നത്. പിന്നെ ഇത് മൂടേണ്ട കാര്യമുണ്ടോ? ഈ വിവാഹം കഴിക്കാൻ വരുന്ന ഇസഹാക്കിന്റെ പിതാവായ അബ്രഹാം കൊടുത്തുവിട്ട ആടയാഭരണങ്ങളും എല്ലാ സംവിധാനങ്ങളും അല്ലേ ഈ റിബേക്ക അലങ്കരിച്ചിരുന്നത്? അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, റിബേക്കയുടെ ചിന്ത അനുസരിച്ച് തന്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ആടയാഭരണങ്ങളെക്കാൾ തന്നെ എതിരേറ്റു വരുന്ന വിശുദ്ധ മണവാളനായ ഇസഹാക്കിന്റെ മുഖശോഭയാണ് റിബേക്ക കാണുന്നത്. അതിന്റെ മുമ്പിൽ താൻ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ ഒന്നുമില്ല, ഏതുമില്ല, അതിനൊന്നും ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് റിബേക്ക വിനയാന്വിതയായി ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. തല മാത്രം മറച്ചെന്നല്ല, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മറച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, മൂടി എന്നാണ് എഴുതിയിരിക്കുന്നത്. മൂടി എന്ന് മലയാളത്തിൽ വായിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി, എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ തന്നെ മൂടി. നോക്കുക, ദൈവകൃപ പ്രാപിച്ച വ്യക്തികൾക്ക് ഭൗതിക ലോക സംവിധാനങ്ങൾ, ആഭരണങ്ങൾ, ആഡംബരങ്ങൾ, മറ്റ് ആകർഷക സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് അവരുടെ ദർശനവും അവരുടെ നോട്ടവും അവരുടെ ആകർഷണവും ദൈവത്തിന്റെ കൃപയാണ്. ദൈവകൃപയാൽ നിറയപ്പെട്ട തന്റെ ആത്മമണവാളനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വിശുദ്ധിയും വെളിപ്പമുള്ള നീതി പ്രവൃത്തികളാൽ നിറഞ്ഞ വിശുദ്ധ ജീവിതം ആകുന്ന വസ്ത്രം കൊണ്ട് തന്നെത്താൻ ആവരണം ചെയ്ത് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റിബേക്ക ഇസഹാക്കിനെ കണ്ടപ്പോൾ ആഭരണങ്ങളെല്ലാം ഇട്ടിരുന്ന ശരീരത്തിൽ അതൊന്നും പ്രദർശിപ്പിക്കാതെ വസ്ത്രം കൊണ്ട് മൂടി തല കുനിച്ച്, തല വണങ്ങിക്കൊണ്ട്, കുനിച്ചെന്ന് പറഞ്ഞ അടിമ പോലെയല്ല, വണങ്ങിക്കൊണ്ട് ആ ഇസഹാക്കിനെ സ്വീകരിക്കുന്നു. ഇസഹാക്ക് അവളെ സ്വീകരിക്കുന്നു. അങ്ങനെ ആ റിബേക്കയെ കൂട്ടിക്കൊണ്ട് ഇസഹാക്ക് തന്റെ കൂടാരത്തിൽ പോകുന്നു. അങ്ങനെ തന്റെ അമ്മയെക്കുറിച്ചുള്ള ദുഃഖം മാറുന്നു എന്ന് പറഞ്ഞാണ് ആ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിനെ വേണ്ടി സ്വീകരിക്കുകയും യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഈ ലോകത്തിന്റെ ഭൗതിക അലങ്കാരങ്ങളാൽ അല്ല അവൻ ആകർഷിക്കപ്പെടേണ്ടത്, ഒരുക്കപ്പെടേണ്ടത്. മറിച്ച് വിശേഷ പ്രവൃത്തികൾ കൊണ്ട് ഒരുക്കപ്പെടണം. സൽപ്രവൃത്തികളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടുകൊണ്ട് കർത്താവായ യേശു നൽകിയിരിക്കുന്ന രക്ഷയുടെ വസ്ത്രം പുതച്ചുകൊണ്ട് തന്റെ സന്നിധിയിൽ തനിക്ക് വേണ്ടി വിനയാന്വിതരായി കാത്തിരിക്കണം. നമ്മളെ ഓരോരുത്തരെയും നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പ്രബോധിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ഇടയിൽ എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേഷത്തിൽ ധാരാളം പെന്തിക്കോസുകാരുണ്ട്. പല പെന്തക്കോസുകാരെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവര് വലിയ പാലക കസർത്തുകാരാണ്, വലിയ വലിയ പാസ്റ്റർമാരാണ്, തത്വജ്ഞാനികളാണ്. അവരുടെയൊക്കെ തിയറികളുടെ മുന്നിൽ നമുക്കൊന്നും പിടിച്ചു നീക്കാൻ പറ്റില്ല. നമ്മളെയൊക്കെ മുട്ടുകാരാടിപ്പോകും, അത്ര ഗാംഭീര്യമുള്ളവരാണ്. പക്ഷെ യുവമാരെല്ലാം ഏട്ടത്താപ്പുകാരാണ്. പകൽ കർത്താവിനെ കുറിച്ച് പറയും രാത്രിക്ക്, അല്ലെങ്കിൽ രാത്രിയിൽ കർത്താവിനെ കുറിച്ച് പറയും, പകല് രാഷ്ട്രീയക്കാരന്റെ പുറകെ പോകും. ഒരേ സമയം രണ്ട് മുഖങ്ങൾ പ്രദർശിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന വ്യാജന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള പലരെയും നമുക്ക് നേരിട്ട് അറിയാൻ കഴിയും. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. എനിക്ക് പറയുവാനുള്ളത്, സഹോദരങ്ങളെ, നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കണം. ഒന്നുകിൽ യേശു ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ലോകത്തിന്റെ കൂടെ നിൽക്കുക. ഇത് രണ്ടുമല്ലാത്ത രീതിയിൽ പകൽ ക്രിസ്തുവിനെയും രാത്രി പിശാചിനെയും കൊണ്ട് നടക്കുകയല്ല. പകൽ രാത്രി ക്രിസ്തുവിനെയും പകൽ രാഷ്ട്രീയത്തെയും കൊണ്ട് നടക്കുകയല്ല. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ എന്റെ നേരെ വരും. അതൊന്നും എനിക്കൊരു വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. സ്വർഗസ്ഥനായ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത് ഒരു പെന്തക്കോസ്തുകാരൻ എന്ന് പറഞ്ഞ് നടക്കാനല്ല, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലായി, ദൈവത്തിന്റെ മക്കളായി ജീവിക്കാനാണ്. അവസാനമായി അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, കാണീൻ,
നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം പെന്തക്കോസ്തുകാരനെന്ന് വിളിക്കപ്പെടാൻ ദൈവം നമ്മളെ സ്നേഹിച്ചിട്ടില്ല. ഓക്കെ, പകരം നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ പിതാവായ ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തു എന്ന ദൈവപുത്രന്റെ നാമം വഴി നമ്മളെ ഓരോരുത്തർക്കും പുത്രത്വമാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ഈ ഭൂമിയിൽ ജീവിതം കഴിക്കണം. അത് എന്തിൽ നിന്നൊക്കെ വേർപെടണമെന്ന് നിങ്ങൾക്കെല്ലാം തീരുമാനിക്കാം. ഓരോരുത്തരുടെയും തീരുമാനം അനുസരിച്ച് വേർപാട് നടക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. ഇതിനെക്കുറിച്ച് പറഞ്ഞ എന്നെ ക്രൂശിക്കാൻ തിരിയുന്നതിന് പകരം ഈ പറഞ്ഞതിനകത്ത് സത്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇതൊന്നും വിരോധമല്ല പറയുന്നത്, ദൈവസ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നോക്കുക, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ വേർതിരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി വേർതിരിക്കപ്പെട്ട സഭയ്ക്ക് റിബേക്കയെ പോലെ ഭൗതിക ആഭരണങ്ങളെയെല്ലാം മറയ്ക്കുന്ന അതേ ദിവ്യപ്രഭയുള്ള യഥാർത്ഥ രക്ഷാ വസ്ത്രം കൊണ്ട് മൂടണം. മണവാളനായ ക്രിസ്തു നോക്കുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് വിശേഷതയും അതേ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രത്തെയാണ് കാണേണ്ടത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് കേട്ട ഉടനെ എന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടിയുടെ നേരെ ഒരുത്തരം വിരൽ ചൂണ്ടണ്ട. ഇത് നിസ്സാരമായ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ച സാധനമാണ്. ഇത് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് തരാം. ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമാണെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ വില കൂടിയ ഒരെണ്ണം മേടിച്ചു തന്നേരെ ഞാൻ വെച്ചോളാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്റെ വാക്കുകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ നന്നാക്കി കളയാമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. പക്ഷെ ആരെങ്കിലും അംഗീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാണുകയും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ജീവനെ വെച്ചു തന്ന ആത്മമണവാളനായ യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ നിർദോഷവും നിഷ്കളങ്കതയുമുള്ള ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട കന്യകകളായി നിർമ്മല വസ്ത്രത്താൽ അലങ്കരിക്കപ്പെട്ടവരായി കർത്താവിന്റെ വരവിനു വേണ്ടി കാത്തു നിൽക്കാം. സർവസൃഷ്ടികളും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി അതേ ആഗ്രഹത്തോടുകൂടിയിരിക്കുന്നു. ആ വെളിപ്പാടിൽ കർത്താവായ യേശുവിനോടൊപ്പം നമ്മൾ ഓരോരുത്തരും നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.